ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അസിമെട്രിക് കീ കിഫറാണ്. അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നൊക്കെ പറയും. സിമെട്രിക്കിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമെട്രിക് എന്താണ്, അതിൽ സ്ട്രീം കിഫർ എന്താണ്, ബ്ലോക്ക് കിഫർ എന്താണെന്ന് പറഞ്ഞു. അതിൽ 2 ടൈപ്പ് ഓഫ് കിഫേഴ്സ് ഏതൊക്കെയാണ്, ട്രഡീഷണൽ കിഫേഴ്സും മോഡേൺ കിഫേഴ്സ് പറഞ്ഞു. ട്രഡീഷണൽ കിഫേഴ്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കിഫറും പിന്നെ സെക്കൻഡ് വൺ ട്രാൻസ്പൊസിഷൻ കിഫറും. സബ്സ്റ്റിറ്റ്യൂഷൻ കിഫറിൽ അഗൈൻ ഡിവൈഡ് ഇൻടു മോണോ ആൽഫബറ്റിക് കിഫർ, പോളി ആൽഫബറ്റിക് കിഫർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്പൊസിഷൻ കിഫറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മോഡേൺ സിമെട്രിക് കിഫറിൽ മോഡേൺ ബ്ലോക്ക് കിഫറും പിന്നെ അതിനകത്ത് പിന്നെ കുറേ സബ് പാർട്ടുകളായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിറ്റ്, എക്സ്ക്ലൂസീവ് ഓർ, ഷിഫ്റ്റിംഗ് യൂണിറ്റ്, സ്വാപ്പ് യൂണിറ്റ്, സ്പ്ലിറ്റ് ആൻഡ് കമ്പൈൻ യൂണിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് DES എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അസിമെട്രിക് കീ കിഫേഴ്സ്, അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി 1976 വൈറ്റ്ഫീൽഡ് ഡിഫി ആൻഡ് മാർട്ടിൻ ഹിൽമാൻ എന്നുള്ള ഈ 2 റിസർച്ചേഴ്സാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 റിസർച്ചേഴ്സാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫീനെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നും കൂടെ ഇതിനെ പറയാം. ഇതിൽ നോർമലി എക്സ്ചേഞ്ച് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ സിമെട്രിക് കീനെ സെക്യൂർലി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു സിമെട്രിക് കീസിനെ. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി, പബ്ലിക് കീസും 2 ടൈപ്പ് ഓഫ് കീസാണുള്ളത്, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. പ്രൈവറ്റ് കീ കെപ്റ്റ് സീക്രട്ട് by its owner and public key freely distributed. If public key encrypted the message, only the corresponding private key can be decrypted, vice versa. പ്രൈവറ്റ് കീ ആയിട്ട് പബ്ലിക് കീ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെയിം പൊസിഷനിലുള്ള പ്രൈവറ്റ് കീ എന്ത് ചെയ്യും, അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് എടുക്കും. അതേമാതിരി തിരിച്ച് പാസ് ചെയ്യും. ഇതിൽ ഓരോ പാർട്ടി ട്രാൻസ്മിഷൻ പോസ് ചെയ്യുമ്പോഴും ഓരോന്നിനും പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉണ്ടായിരിക്കണം. Transmission to transmit a message securely, the sender uses the receiver's public key to encrypt the message. ട്രാൻസ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ ഓട്ടോമാറ്റിക്കലി റിസീവറിൻ്റെ സൈഡിലുള്ള പബ്ലിക് കീ എടുത്തിട്ടാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. അതേമാതിരി ഇപ്പം പ്രൈവറ്റ് കീയുടെ കേസാണെങ്കിലും അങ്ങനെ തന്നെ. റിസീവർ ദെൻ ഡീക്രിപ്റ്റ്സ് ദ മെസ്സേജ് യൂസിങ് ഹിസ് ഓർ ഹെർ യുണീക്ക് പ്രൈവറ്റ് കീ. ഓരോന്നിനും സ്വന്തമായിട്ട് പ്രൈവറ്റ് കീ ഉണ്ടായിരിക്കും, അതെടുത്തിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. അസ്യൂമിങ് ദാറ്റ് ദ പ്രൈവറ്റ് കീ ഹാസ് ബീൻ കെപ്റ്റ് സീക്രട്ട്, ദ മെസ്സേജ് കനോട്ട് ബി റീഡ് ബൈ എനി വൺ അതർ ദാൻ ദ ഇൻറ്റൻഡഡ് റിസീവർ. ദസ് ദ സിസ്റ്റം എൻഷുവേഴ്സ് ദി പ്രൈവസി ഓഫ് മെസ്സേജ്. നമ്മൾ ഇപ്പോൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് കീ എന്നുള്ളത് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ യൂസറിന് മാത്രമേ അത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, പുറമേ നിന്ന് ആർക്കും അതിനെ റീഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഈ കീ അൽഗോരിതംസിനെ നമ്മൾ വൺ വേ ഓർ ട്രാപ്പ് ഡോർ ഫങ്ഷൻസ് എന്ന് പറയും. വൺ വേ ഓർ ട്രാപ്പ് ഡോർ ഫങ്ഷൻസ് എന്ന് ഇത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇതിൽ പിന്നെന്താ പറയുന്നത്, ഇതിൽ കമ്പ്യൂട്ടേഷൻസ്, കുറച്ച് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും കമ്പ്യൂട്ടേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ്. നമ്മൾ സെക്യൂരിറ്റിയൊക്കെ മെയിനായിട്ട് റിലേ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് കീയുടെ മേലെയാണ്. തേർഡ് പാർട്ടി ഒബ്റ്റൈൻ ആയിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കീ യൂസ് ടു ഡീക്രിപ്ഷൻ ചെയ്യാൻ യൂസ് ചെയ്യും. ദ സെക്യൂരിറ്റി ഓഫ് എൻറ്റയർ സിസ്റ്റം ഈസ് കോംപ്രമൈസ്. അപ്പോൾ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യും. If the system integrity is compromised, the user can simply change the key rather than change the entire encryption or decryption algorithm. ഇപ്പോൾ നമുക്ക് ഇൻറ്റഗ്രിറ്റി കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചേഞ്ചസൊക്കെ കീസിൽ വരുത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാതെ എൻറ്റയർ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ കഴിഞ്ഞ് അതിൻ്റെ അൽഗോരിതം എത്തുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്, ഡാറ്റ സെൻഡ് ചെയ്യുന്നതാണ്. അതിന് പബ്ലിക് കീ വെച്ചിട്ട് പാസ് ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലേക്ക് ട്രാൻസ്മിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൻഡർ എന്ത് ചെയ്യുക, റിസീവർ എന്ത് ചെയ്യണം, അതിന് പബ്ലിക് കീ വെച്ചിട്ട് അതിന് വളരെ സേഫായിട്ട് ആക്സസ് ചെയ്യണം. പിന്നെ എന്താ ഇതിൽ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ഓക്കെ. ഇനി നെക്സ്റ്റ് ഇതിൽ സിമ്മട്രിക് ക്രിപ്റ്റോഗ്രഫി നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ്, കിഫർ ടെക്സ്റ്റ് ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ, കിഫർ ടെക്സ്റ്റ് ഒക്കെ നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് പറഞ്ഞ പോലെ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയിൽ ഇതിൽ നമ്മൾ പറയുന്നത് ഇൻഡിജേഴ്സ് ആയിട്ടാണ്. അതിനെ കോഡഡ് ആക്കുന്ന ഇൻഡിജേഴ്സ് ആയിട്ടാണ്. കറക്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഡിജേഴ്സിനെ കൺവേർട്ട് ചെയ്ത് നോർമൽ ഫോമിലേക്ക് മാറ്റും. പിന്നെ അതിന് അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിയുടെ മെയിൻ പിന്നെ എന്താ വെച്ചാൽ ചെറിയ സ്മോൾ പീസസ് ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില സമയത്ത് ഇതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഈസ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആർ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് അപ്ലൈഡ് ഓവർ ദി നമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് ദി പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് കിഫർ ടെക്സ്റ്റ്. പ്ലെയിൻ ടെക്സ്റ്റിനെയും കിഫർ ടെക്സ്റ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന മാതിരി നമ്പേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുക. അത് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P=G(k) പ്രൈവറ്റ്, C. അതിനെ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് കിഫർ ടെക്സ്റ്റാക്കി മാറ്റണമെങ്കിൽ C=F(k) പബ്ലിക്, P. ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ ഇതിനകത്ത് വരുന്നത്. ഓക്കെ. പിന്നെ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വന്നിട്ട് ക്രിപ്റ്റോഗ്രാഫി ഡസ് നോട്ട് എലിമിനേറ്റ് ദ നീഡ് ഓഫ് സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി. സിമെട്രിക്കിനെ ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. റീസൺ വൈ. പിന്നെ അതുമാതിരി ഇതിൽ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിമെട്രിക് ഫങ്ഷനേക്കാളും കുറച്ച് സ്ലോവർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അതുമാതിരി ഇതിന് ലാർജ് മെസ്സേജസ്, സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി ഒക്കെ ലാർജ് മെസ്സേജസ് ഒക്കെ അയക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിയുടെ ആവശ്യം വരും. ഓക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ മോഡേൺ വേൾഡിൽ രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ, സിമെട്രിക്കും നോൺ സിമെട്രിക്കും ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അസിമെട്രിക്കും ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വളരെ അത്യാവശ്യമാണ്. ഇനി സിമെട്രിക് വേഴ്സസ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫിയിൽ ദർ ആർ 2 persons. സിമെട്രിക് ആകുമ്പോൾ 2 persons തമ്മിൽ ഷെയർ ചെയ്യുന്നതാണ്. അസിമെട്രിക് ആകുമ്പോൾ പേഴ്സണൽ ഷെയറിംഗ് ആണ്. മറ്റേത് 2 പേഴ്സൺസ് തമ്മിലാകുമ്പോൾ ഇതിൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഷെയറിങ്ങും കാര്യങ്ങളും, പേഴ്സണൽ ഷെയറിങ് മാത്രമേ അസിമെട്രിക് നടക്കുകയുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഓഫ് n പീപ്പിൾ ഉണ്ടെങ്കിൽ n-1/2 ആണ് സീക്രട്സ് ഷെയർ ചെയ്യാൻ വേണ്ടി സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത്. ഓൺലി n പേഴ്സണൽ സീക്രട്സ് ആർ നീഡഡ് ഇൻ ദ അസിമെട്രിക്കിലാകുമ്പോൾ ആ n സീക്രട്സ് പേഴ്സണൽ നീഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമെട്രിക്കിലാകുമ്പോൾ n×n-1/2 എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. പിന്നെ സിമെട്രിക്കിൽ എന്തൊക്കെയായാലും അസിമെട്രിക് വേണം. കാരണം ഓതൻറ്റിക്കേഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും അസിമെട്രിക് ആവശ്യമാണ്. അതുപോലെ സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി ഈസ് ബേസ്ഡ് ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ ഓഫ് സിമ്പിൾസ്. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും ഓഫ് സിമ്പിൾസിന് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, ബിറ്റ്സിന് വെച്ച് ചെയ്യും. അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി ബേസ്ഡ് ഓൺ മാത്തമെറ്റിക്കൽ ഫങ്ഷൻ ടു നമ്പേഴ്സ്. അതുമാതിരി ഇൻ സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി ഇൻ ദ പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് കിഫർ ടെക്സ്റ്റ് ആർ തോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് സിമ്പിൾസ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സിമ്പിൾസാണ് പ്ലെയിൻ ടെക്സ്റ്റും കിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ പെർമ്യൂട്ട് ദീസ് സിമ്പിൾസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ഫോർ അനദർ. ഒന്ന് വേറൊന്നിന് വേണ്ടിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും.
അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രാഫി 2 സെപ്പറേറ്റ് കീസ് നമ്മൾ ഉപയോഗിക്കുന്നത് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേതിലാകുമ്പോൾ നമ്മൾ ഒരു കീ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ 2 സൈഡും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നത്. ഇനി RSA ക്രിപ്റ്റോ സിസ്റ്റം അല്ലെങ്കിൽ RSA ക്രിപ്റ്റോഗ്രഫി മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്ന RSA പബ്ലിക് അൽഗോരിതം ആണ് RSA എന്ന് പറയുന്നത്. അത് MIT പ്രൊഫസേഴ്സ് ആയിട്ടുള്ള റോൺ റിവെസ്റ്റ്, ആദി ഷാമിർ, പിന്നെ ലെനോർഡ് അഡൽമാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ 2 എക്സ്പെരിമെൻസാണ് ഉപയോഗിക്കുന്നത്, ഇയും ഡിയും. ഇ എന്നുള്ളത് പബ്ലിക് കീക്കും ഡി എന്നുള്ളത് പ്രൈവറ്റ് കീക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. C = P⁻E mod n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഫറിന് പ്ലെയിൻ ടെക്സ്റ്റ് കൺവേർഷനാണ്. അതേപോലെ P = C⁻D എന്ന് പറയുന്നത് C⁻D mod n എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ടു കിഫർ ടെക്സ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് n, എ വെരി ലാർജ് നമ്പർ ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ കീ ജനറേഷൻ. കീ ജനറേഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വലിയ നമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, 2 ലാർജ് നമ്പേഴ്സ് ആണെങ്കിൽ P and Q ആണെങ്കിൽ രണ്ടിനെയും കൂടെ n = P × Q 5 എന്നുള്ള വാല്യൂ കിട്ടും. is equal to P - 1 × Q - 1. അതേപോലെ ഡി എന്ന് പറഞ്ഞാൽ D × E അല്ലെങ്കിൽ E × D mod 5 = 1. Then X advertises E and N to the community as public key. അങ്ങനെ ആ ലെവലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ RSA അൽഗോരിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSA അൽഗോരിതം ഒരു പബ്ലിക് കീ അൽഗോരിതമാണ്. അതിൽ ഇയും ഡിയും 2 എക്സ്പെരിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലെയിൻ ടെക്സ്റ്റ് ടു കിഫർ ടെക്സ്റ്റും, ഡി എന്നുള്ളത് ഉപയോഗിച്ചിട്ട് നമ്മൾ കിഫർ ടെക്സ്റ്റ് ടു പ്ലെയിൻ ടെക്സ്റ്റും ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിയിൽ വരുന്നത്. അതർ ആസ്പെക്ട്സ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിയാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. അത് നമുക്കിനി അടുത്ത വീഡിയോ ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.